തുണിക്കടയിൽ നിന്ന് വന്ന പാടെ രവി റൂമിലേക്ക് പോയി കട്ടിലിൽ ഒറ്റ കിടപ്പ് കിടന്നു. എന്തോ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു തളർച്ച പോലെ. പിറകെ നിന്ന് സൗമ്യ വിളിച്ചിട്ടും അവൻ കേൾക്കാത്ത മട്ടിലാണ് പോയത്. അതിനിപ്പോൾ അവളുടെ വായിൽ നിന്ന് കണക്കിന് കേൾക്കാൻ പറ്റും. അവൾ തുണിയും താങ്ങിപ്പിടിച്ച് റൂമിലേക്ക് വരുന്ന സൗണ്ട് അവൻ കേട്ടു. നിങ്ങളെന്ത് പണിയാ മനുഷ്യ കാണിച്ചത്? നിങ്ങളെ എത്ര വിളിച്ച് ഞാൻ? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സില്ലേ? അവൾ ചോദിച്ചു. എനിക്കെന്തോ വയ്യായിക പോലെടി. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടല്ലോ പുറത്തു പോയിട്ട് വരുമ്പോൾ ഒരു വയ്യായിക. ഇന്നാളും ഇതേപോലെ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ കൃത്രിമ ദേഷ്യം പ്രകടിപ്പിച്ചു. അങ്ങനെ അവൾ തുണിയെല്ലാം കൊണ്ടുവന്ന് സൈഡിലേക്ക് വെച്ചു. പെട്ടെന്ന് വസ്ത്രം മാറി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിച്ചു പോലും തന്നില്ല. അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു തരും. ഇന്ന് വിശപ്പുണ്ടായപ്പോൾ ആഹാരം പുറത്തുനിന്ന് വാങ്ങിച്ചു തന്നില്ല. ഇങ്ങനെയുണ്ടോ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞ് അവൾ ആഹാരം കഴിക്കാനായി ഇറങ്ങി. നിങ്ങൾക്ക് ആഹാരം വേണ്ടേ? അവൾ തിരിഞ്ഞെന്ന് ചോദിച്ചു. എനിക്ക് ആഹാരമൊന്നും വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല. അതെന്താ വിശപ്പില്ലാത്ത? നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കെന്തോ വിശക്കുന്നില്ല. മര്യാദയ്ക്ക് വന്ന് ആഹാരം കഴിച്ചേ. വിശപ്പില്ല ദാഹമില്ലെന്നും എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ. അവൾ അവനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് മനസ്സിലായതും രവി വസ്ത്രം മാറി കഴിക്കാനായി ചെന്നു. അവൾ രവിക്കും തനിക്കുമുള്ള ആഹാരം വിളമ്പി. ആഹാരം കഴിക്കുന്നിടയിൽ അമ്മയോട് ചോദിച്ചു, അമ്മയെ കുട്ടികളൊക്കെ കഴിച്ചു? അവർ നേരത്തെ കഴിച്ച് കിടക്കുകയും ചെയ്തു. ഓ, കിടക്കുകയും ചെയ്തോ? പിന്നെ എത്ര സമയമായി? നിങ്ങൾ പോയിട്ട് കുറേ നേരമായില്ലേ? എന്താ എത്ര ലേറ്റായേ? ഓ, സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കണ്ടേ, അതുകൊണ്ടാണ് താമസിച്ചത്, സൗമ്യ പറഞ്ഞു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് സൗമ്യ റൂമിലേക്ക് ചെന്നു. അവൻ അമ്മയോട് കാര്യം പറയാനായി പതുക്കെയാണ് കഴിച്ചത്. രവിയേട്ടാ, ഞാൻ റൂമിലേക്ക് പോട്ടെ? രവിയേട്ടൻ കഴിച്ചിട്ട് അങ്ങ് വന്നാൽ മതി. അവൾ രവിയോട് കാര്യം പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അവൾക്ക് ഒരു റീൽസ് കാണലുണ്ട്, അത് പതിവാണ്. അതുകൊണ്ട് രവിക്കും ആശ്വാസം തോന്നി. അവൾ പോയി കഴിഞ്ഞിട്ട് അമ്മയോട് സംസാരിക്കാം. അങ്ങനെ അവൾ റൂമിലേക്ക് പോകുന്നത് അവൻ നോക്കി. റൂമിലേക്ക് ചെന്ന് കതവ് ചാരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയോട്. എന്നോടോ? എന്തു പറ്റി? അമ്മ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കസേരയിട്ടിരുന്നു. അത് ഇന്ന് തുണിക്കടയിൽ പോയപ്പോൾ സൗമ്യ രമ്യയെ കണ്ടിരുന്നു. ആ, ഇന്നാൾ പോയപ്പോഴും കണ്ടല്ലോ. അല്ല, അവളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ആരുടെ? രമ്യയുടെ. എന്ത് പറ്റിപ്പോൾ അവൾക്ക്? അവളുടെ ഭർത്താവില്ലേ? ആ, അവളുടെ ഭർത്താവ്. അവൻ മരണപ്പെട്ടു പോയെന്ന്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. അവർക്കൊരു കുഞ്ഞുണ്ട്, പെൺകുഞ്ഞാണ്. അവൾ ആകപ്പാടെ കഷ്ടത്തിലാണ്. തുണിക്കടയുടെ ഹോസ്റ്റലിലും കണ്ട് നിന്നാണ് ജീവിക്കുന്നത്. ആകപ്പാടെ തുണിക്കടയുടെ വരുമാനം മാത്രമാണ് അവളുടെ ജീവിത മാർഗം. മൊത്തത്തിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെയാണെന്ന് തോന്നുന്നു. നിനക്ക് നാണമുണ്ടോ? അമ്മ ചോദിച്ചു. പിന്നെ അവളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാൻ. എന്തെങ്കിലും ആവട്ടെ, അവൾ വരുത്തി വെച്ചതല്ലേ അവളുടെ കഷ്ടപ്പാടൊക്കെ. അഹങ്കാരം കൊണ്ട് ചെയ്തതല്ലേ. നീ എന്തിനാ അതൊക്കെ ഓർത്ത് തല ഉണ്ടാക്കുന്നത്? നിനക്ക് ചിന്തിക്കാൻ വേറൊരു കാര്യവുമില്ലേ? നീ ചിന്തിക്കുക, സൗമ്യയെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ നിൽക്കുന്നു. നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം? എന്താ? അമ്മയുടെ മോളെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലേ? എനിക്കെന്ത് തോന്നാൻ? എനിക്ക് അങ്ങനെ ഒരു മോളില്ലല്ലോ. നീ പിന്നെ എന്തിനാ അവളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്? എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ. അവളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട, അമ്മ തീർത്ത് പറഞ്ഞു. അമ്മേ, ഞാനൊരു കാര്യം പറയാനാണ് ഇത് തുടങ്ങി വെച്ചത്. നിനക്ക് ഇനി എന്ത് കാര്യമാണ് പറയാനുള്ളത്? നീ ഇപ്പോഴും അവളെ വാലി പിടിച്ച് നടക്കുവാണോ? അല്ലമ്മേ, ഞാൻ പറയാനുള്ളത് പറയട്ടെ. ആ, പറ. ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ അമ്മേ, ആരും അറിയാതെ. എന്തിന്? അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. നീ എന്തിനു പോയി കാണുന്നത്? അത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ നല്ല നിലയിലല്ലേ അമ്മ. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ. അവൾ അത്രയും കഷ്ടപ്പാടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ. ഒരു കാര്യം ചെയ്തു പോകരുത്. നിനക്ക് എന്താണ് നിൻ്റെ പ്രശ്നം? നിനക്ക് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതിനെ വഞ്ചിച്ച് നീ ഒരു കാര്യത്തിലോട്ടും പുറപ്പെടരുത്. അമ്മയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ നിൻ്റെ ജോലി നോക്ക്. നീ അവൾക്ക് ഒരു സഹായവും ചെയ്യാൻ പോകണ്ട. അങ്ങനെ ഒരാളെ നമുക്കില്ല. നീ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് നിൻ്റെ ഇപ്പോഴുള്ള ജീവിതം നശിപ്പിക്കരുത്, അമ്മ അവനോട് റിക്വസ്റ്റ് ചെയ്തു. അമ്മ താൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നില്ലെന്ന് മനസ്സിലായ രവി പിന്നീട് അമ്മയോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. അവൻ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നിട്ടും അവന് ആ ചിന്ത തന്നെയായിരുന്നു മനസ്സിൽ. എടീ, നമുക്ക് കിടക്കാം, രവി സൗമ്യയോട് പറഞ്ഞു. ആ, കിടക്കാം. എന്ത് പറ്റിയെന്ന്? നേരത്തെ കിടക്കാം. എന്തോ ഒരു വയ്യായിക പോലെ. ഓക്കെ, എങ്കിൽ കിടക്കാം. അവൾ ഫോൺ വെച്ച് ലൈറ്റ് അണച്ചു. അവർ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴും അവൻ്റെ ചിന്ത അതൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പോയി കാണണം, ആരും അറിയണ്ട. എന്തെങ്കിലും സഹായം തന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം. പാവം, അവൻ മനസ്സിലോർത്തു. തന്നെ വഞ്ചിച്ചു പോയതാണെങ്കിലും താനൊരിക്കൽ സ്നേഹിച്ചതല്ലേ, അവളെ സഹായിക്കണം. അവൻ മനസ്സിലുറപ്പിച്ചു. അമ്മയോടും പറയണ്ട, ഇനി ആരോടും പറയണ്ട, ആരും അറിയാനും പോകുന്നില്ല. അങ്ങനെ ഓഫീസിൽ കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നിറങ്ങി. അവൻ്റെ ലക്ഷ്യം തുണിക്കടയായിരുന്നു. അങ്ങനെ തുണിക്കട വെച്ച് പിടിച്ചു. തുണിക്കടയിലേക്ക് ചെന്ന് കയറിയതും അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവളെ കാണണമെന്ന് ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും
കടയിലെത്തിയപ്പോൾ അവന് എന്തോ ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നി. അവളെ കണ്ട് താൻ എന്ത് പറയും? അവളെ കണ്ടാൽ തന്നോട് എങ്ങനെ പ്രതികരിക്കും? അവൾ തന്നെ വഴക്ക് പറയുമോ? അല്ലെങ്കിൽ അവന് മൊത്തത്തിലൊരു ടെൻഷൻ കയറി. വന്നും പോയി ഇനി കാണാതെ എങ്ങനെ പോണേന്നായിരുന്നു അവൻ്റെ ചിന്ത. അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് അവിടെ അടുത്തുള്ള ഒരു ലേഡിയോട് ചോദിച്ചു, രമ്യ എന്ന് പറയുന്ന സ്റ്റാഫ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ സാർ. രമ്യ വിളിക്കണോ? ഒന്ന് കാണാനായിരുന്നു. അവന് അവളെ കാണുന്ന ആ ഒരു മുഹൂർത്തത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ ശരീരം തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടെൻഷനടിച്ച് നിന്നപ്പോൾ ദൂരെ നിന്ന് രമ്യ വരുന്നത് അവൻ കണ്ടു. അവന് എന്തോ ശരീരത്തിൻ്റെ വിറയൽ പോലെ തോന്നി. ഇത്രയും വർഷത്തിന് ശേഷം അവളോട് സംസാരിക്കാൻ പോവുകയാണ്. അവൾ ചുറ്റും നോക്കുന്നുണ്ട് ആരാണ് തന്നെ കാണാൻ വന്നതെന്ന്. അവൻ മാറി നിൽക്കുകയായിരുന്നു. അടുത്തു വന്നതും രവി അവളുടെ മുന്നിലേക്ക് വന്നു. അവൾ അതിശയഭാവത്തിൽ രവിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു. വല്ലാത്ത ടെൻഷനും തോന്നി. ഇദ്ദേഹം തന്നെ കാണാൻ വന്നിരിക്കുന്നു, അതോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം? എന്തു പറ്റിയെന്ന് അവൾ മനസ്സുകൊണ്ട് ആലോചിച്ചു. അവൾക്ക് അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയാണ് താൻ വേറൊരു ജീവിതം കണ്ടുപിടിച്ചത്. പക്ഷേ ആ ജീവിതം തനിക്ക് ലൈഫ് ലോങ് കിട്ടിയില്ല. ഇതാണ് വിധി. ഒരാളെ ചതിച്ച് നമ്മൾ എന്ത് നേടിയാലും അത് നമ്മൾക്ക് ഉതവില്ലെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് അവൾ ചിന്തിച്ചു. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, രമ്യ, എന്നെ ഓർമ്മയുണ്ടോ? അവൾ തലയാട്ടി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, അവൾ പറഞ്ഞു. എന്താണ് സംസാരിക്കാനുള്ളത്? അത് എനിക്ക് കുറച്ച് പ്രൈവറ്റായിട്ട് സംസാരിക്കാനുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൾ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഡ്യൂട്ടിയിലാണ്. വൈകുന്നേരമാണെങ്കിൽ സംസാരിക്കാം, അവൾ പറഞ്ഞു. വൈകുന്നേരത്ത് എപ്പോൾ വന്നാൽ നിന്നെ കാണാൻ സാധിക്കും? എനിക്ക് 7 മണി വരെയാണ് ഡ്യൂട്ടി. അവൾ അധികം അടുപ്പമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. കാരണം ഇനി ആരോടും അടുക്കാനുള്ള ധൈര്യമില്ല. ജീവിതം പോലും കയ്യിൽ നിന്ന് പോയി. ഇനി ആരോടും അടുപ്പത്തിനുമില്ല, ആരോടും സ്നേഹത്തിനുമില്ല, അവൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു. രവി എന്തിനാണ് വന്നതെന്നോ ഒന്നും അവൾക്കറിയില്ല. അറിയാൻ അവൾക്ക് ആഗ്രഹവുമില്ല. പിന്നെ രവിക്ക് തന്നെ കാണണമെന്നും തന്നോട് സംസാരിക്കണമെന്നും നിർബന്ധം കാണിച്ചതുകൊണ്ട് മാത്രം 7 മണിക്ക് വന്നാൽ കാണാൻ പറ്റുമെന്ന് അവൾ പറഞ്ഞു. രവി താഴേക്ക് പോയി. വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് അവൻ ഊഹിച്ചു. അവളുടെ ചിന്ത മുഴുവൻ രവിക്ക് തന്നോട് എന്തായിരിക്കും പറയാനുള്ളത് എന്നായിരുന്നു. ഇദ്ദേഹം ഇത്രയും വർഷത്തിന് ശേഷം തന്നെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്നൊക്കെയായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ രണ്ടുപേരും പല പല ചിന്തകളിൽ കൂടി കടന്നുപോയി. അങ്ങനെ രവി വീട്ടിൽ പോയി ഫ്രഷായി. അത്യാവശ്യം സന്തോഷത്തിലായിരുന്നു രവി. പഴയതിലും സന്തോഷവാനായി അവനെ കാണപ്പെട്ടു. സൗമ്യ തന്നെ അവനോട് ചോദിച്ചു, ഇന്നെന്താ ഇത്ര സന്തോഷം? ഒന്നുമില്ലടി, ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. വൈകുന്നേരമായപ്പോൾ അവൻ കുളിച്ച് ഫ്രഷായി വീട്ടിൽ നിന്നിറങ്ങി. രമ്യ കടയിൽ നിന്നിറങ്ങി. പക്ഷേ അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പുറത്ത് രവി കാത്തു നിൽപ്പുണ്ടായിരിക്കാം. അങ്ങനെ പല പല ചിന്തകളിൽ കൂടി ഒരുപാട് ടെൻഷനോടെ അവർ തുറന്ന് സംസാരിക്കാനായി പോവുകയാണ്. രമ്യയ്ക്ക് ഒന്നും സംസാരിക്കാനില്ല, പക്ഷേ രവിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.